ഹായ് നമസ്കാരം, വ്ളോഗേട്ടനാണ്. ഞാനേ ഒന്ന് ചൂണ്ടയിടാൻ വേണ്ടി ഇറങ്ങിയതാട്ടാ. കടലിപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട്, ഇപ്പോൾ 2-3 ദിവസമായിട്ട് കടൽ വളരെ നോർമലാണ്. അതുപോലെ മീനൊക്കെ കിട്ടാറുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ വറ്റ കിട്ടുന്നുണ്ടായിരുന്നു, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ. അപ്പോൾ ഇന്നൊന്ന് ഇറങ്ങി നോക്കിയതാ. ഇപ്പോൾ ഒരു ഉച്ച സമയമാണ്, പക്ഷേ ഇന്നൊരു രക്ഷയില്ല കേട്ടോ. ഇന്ന് ഒന്നും കൊത്തുന്നില്ല, തൊടുന്നില്ല, ഒന്നും തൊടുന്നില്ല. ചെമ്മീനിട്ടിട്ട് ചൂണ്ടയിട്ടിട്ട് ഒന്നും തൊടുന്നില്ല. സാധാരണ ഒന്നുമില്ലെങ്കിലും ഏട്ടകളെങ്കിലും വറ്റയൊക്കെ കിട്ടിയില്ലെങ്കിലും എപ്പോഴിട്ടാലും ഏട്ട കിട്ടാറുണ്ട്. പക്ഷെ ഇന്ന് ഒന്നുമില്ല, ഒരു കൊത്ത് പോലും ഇല്ല. അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുക. രക്ഷയില്ല. നമ്മൾ 2-3 സ്ഥലമൊക്കെ മാറ്റി ഇട്ട് നോക്കി, രക്ഷയില്ല. കടൽ ഇപ്പം ഇങ്ങനെ ഏറ്റായി വരുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം. പിന്നെ വള്ളങ്ങൾ ഒരുപാടുണ്ട് കടലിൽ കണ്ടോ. ഈ ഒരു മേഖലയിൽ, ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ഇന്ന് ഫുള്ള് വള്ളങ്ങളും വലയടിക്കുന്നത്. കുറേ വള്ളങ്ങളുണ്ട്. അവർക്ക് എന്താണെന്ന് അറിയില്ല. മിക്കവാറും ചെമ്മീനായിരിക്കും. ചെമ്മീനാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കിട്ടുന്നത്. ചെമ്മീൻ ഇപ്പോൾ വളരെ ചീപ്പായിട്ടാണ് വരുന്നത്. എന്തോ മീൻ അടിച്ചിട്ടുണ്ട്. പക്ഷെ കല്ലുമ്മ കുടുങ്ങി കിടക്കുക. ഏട്ടയായിരിക്കും മിക്കവാറും. ഏട്ട അടിക്കുന്ന പോലെ തോന്നണേ. എന്തായാലും ഞാൻ വലിച്ചു നോക്കട്ടെ. ഞാൻ ക്യാമറ കയ്യിൽ മൊബൈലാണ്, അതുകൊണ്ട് ഇത് പിടിച്ചിട്ട് വലിക്കുന്നത് കാണിക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും വലിച്ച് മീൻ കിട്ടുകയാണെങ്കിൽ കരയ്ക്ക് കയറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. നോക്കട്ടെ. കിട്ടി. ഏട്ടയല്ല കേട്ടോ, ഏരിക്കുട്ടിയാണ്, ചെറിയ ഏരിക്കുട്ടിയാണ്. കണ്ടോ, ഇട്ടിരുന്ന വെയിറ്റ് പൊട്ടിപ്പോയി. കല്ല് നിറച്ച് കല്ലാണ് ഇവിടെ. കല്ലിൽ കുടുങ്ങി വെയിറ്റൊക്കെ പൊട്ടിപ്പോയി. ഈ ഒരു ഏരിക്കുട്ടിയെ കിട്ടി. എന്തായാലും ഞാൻ നിൽക്കണില്ല, പോവാണ്. ചണ്ടിയൊക്കെ തടയിട്ടാ കണ്ടാ. റൈഡിലൊക്കെ ഈ ചണ്ടിയും ചപ്പും പുല്ലും തെങ്ങിൻ്റെ കൊല്ലാണ്. പോവാനും പാടാണ്. ഇന്നലെ വറ്റ കിട്ടിയിരുന്നു, ഷാഡിലും കിട്ടിയിരുന്നു, ചെമ്മീനിട്ട് ചൂണ്ടിയവർക്കും കിട്ടിയിരുന്നു, ഷാഡിട്ട് ചൂണ്ടിയവർക്കും കിട്ടിയിരുന്നു. ഇതൊക്കെ നമ്മൾ ചെമ്മീനാണ് ഇടുന്നത്. വെയിറ്റായിട്ടേ കല്ല കിട്ടിയിട്ടുള്ള കേട്ടോ. നമ്മൾ ഈയമണിയൊക്കെ ഇട്ട് ചൂണ്ടി കഴിഞ്ഞാൽ മുതലാവില്ല. കാരണം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ 10-15 രൂപയൊക്കെ ഈയമണിയുടെ വില. അപ്പോൾ നമുക്ക് മുതലാവില്ല. അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ഉപകാരമുള്ളത് കിട്ടിയിട്ടുള്ള കാര്യമുള്ളൂ. ഇനിയിപ്പോൾ വൈകിട്ട് നമുക്കൊന്ന് നോക്കാൻ വേണമെങ്കിൽ വൈകിട്ട് ചിലപ്പോൾ കിട്ടും. വൈകിട്ടാണ് സാധാരണ ഈ വറ്റയൊക്കെ ഇന്നലെയൊക്കെ മിനിഞ്ഞാന്നൊക്കെ വൈകിട്ടാണ് കിട്ടിയിരുന്നത് കൂടുതലും. അപ്പോൾ വൈകിട്ടൊന്ന് ഇറങ്ങി നോക്കാം. അപ്പോൾ നടക്കാം. ഇവിടെ നോക്കിയേ, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഏരിയ ആണ് ഏറ്റവും അധികം കടൽ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവിടെ ഈ ഒരു ഭാഗത്ത്, ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് ഏറ്റവും അധികം കടൽ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ നല്ല രീതിയിൽ, അതായത് റോഡ് ഇവിടെ കാണാം കേട്ടോ. ഇത് കണ്ടോ, റോഡ് കണ്ട. ഇത് റോഡ് അങ്ങോട്ട് പോയിരുന്ന ആ റോഡാണ്. റോഡ് ഇതിലേ പോയിരുന്നത്. ഇതിലെ ആ റോഡ് ഇപ്പോൾ കടലിൽ, ശരിക്കും കടലിലാണ്. ഇതിലാണ് ആ റോഡ് ഇങ്ങനെ പോയിരുന്നത്. ആ റോഡിൻ്റെ ഒരു കഷ്ണം അവിടെയും കാണാം. ആ തേര വന്ന് പോകുമ്പോൾ നോക്കി കേട്ടോ. ഇവിടെ റോഡ് കാണാം കണ്ടോ, റോഡാണിത്. അപ്പോൾ കടലിങ്ങനെ കയറി വരികയാണ് ഓരോ വർഷവും. പക്ഷെ കഴിഞ്ഞ വർഷം ഒരു കാര്യം ഉണ്ടായിട്ടോ. കഴിഞ്ഞ വർഷം കുറേ കയറിയിട്ട് പിന്നെ വേനൽക്കാലത്ത് അത് തിരിച്ചിറങ്ങിപ്പോയി. അത് നമുക്കൊരു ഗുണമായിരുന്നു. പിന്നെ ഈ വർഷമാണ് പിന്നെ കയറിയത്. അതുപോലെ വേനൽക്കാലത്ത് വീണ്ടും തിരിച്ച് മണ്ണിട്ട് മൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. അല്ലെങ്കിൽ പണി കിട്ടും. അല്ലെങ്കിൽ കടൽ വീണ്ടും കയറി ഇവിടെയൊക്കെ കടലായി മാറും. ഞാൻ കാണിക്കാറുള്ള ആ വീടാണിത്. അവിടുത്തെ അതിൻ്റെ അടുത്ത് തന്നെ നമ്മളിന്ന് ചൂണ്ടിടണം കേട്ടോ. ഇപ്പോൾ ആ വീടിൻ്റെ അവിടെ ഒന്നും കടലില്ല കണ്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണിക്കുമ്പോൾ ആ വീടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി വരുന്നത് കാണിച്ചിരുന്നില്ലേ. ഇപ്പോൾ അവിടെ ഒന്നും വെള്ളമില്ല. നോക്കിയാൽ ഇത്രയും കുറേ ഇറങ്ങി നിൽക്കാം. പക്ഷേ ഏറ്റവും കുറച്ചുകൂടി തള്ളി കഴിയുമ്പോൾ ചിലപ്പോൾ അവിടേക്കൊക്കെ വെള്ളം എത്തും. ആ വള്ളങ്ങൾ ഇതാ മീനൊക്കെ അടിച്ചിട്ട് തിരിച്ച് പോകുന്നുണ്ടോ. അത് മാത്രമല്ല, കുറേ വള്ളങ്ങളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വള്ളങ്ങളാണ്. എല്ലാവരും വള്ളങ്ങൾ ഈ ഒരു ഏരിയയിലാണ് അടിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ ഏരിയയിലായിരിക്കുമല്ലോ മീൻ കിട്ടുക. അങ്ങനെ ഈ ഒരു ഏരിയ മൊത്തത്തിൽ പോയ പോലെ ആയിട്ടാ. ഇനി എത്ര നാളെടുക്കുന്നൊന്നും അറിയില്ല. നോക്കിയേ,
അങ്ങോട്ടൊക്കെ ആ പുഴയിലേക്ക് മുട്ടാനൊന്നും അധികം സമയമില്ല. ഞാനൊരു ഡ്രോൺ വിഷ്വൽ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കുറേ പേര് ചോദിക്കാറുണ്ട് എൻ്റെ വീടും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്ന് കാണിക്കുമോ എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. ഞാൻ മുമ്പ് ഗൂഗിൾ എർത്തിൽ എടുത്തിട്ട് മുകളിൽ നിന്നുള്ളൊരു ഏരിയൽ ഇത് കാണിച്ചിരുന്നു. അതല്ലാതെ ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഞാൻ ഡ്രോണിൽ ഷൂട്ട് ചെയ്തൊരു വിഷ്വൽ വെച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വീടും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസും ഈ ഒരു ഏരിയ ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ചേറ്റു അഴിമുഖം, അതുപോലെ അവിടുത്തെ പുലിമുട്ടുകളൊക്കെ. അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതാ ഇവിടെ കാണുന്നതാണ് എൻ്റെ വീട്. ഈ കാണുന്നതാണ് എൻ്റെ വീട്. അവിടെ നിന്ന് ഇതാ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണാം കടൽ. കണ്ടോ, ഇത്ര അടുത്താണ് ഇപ്പോൾ കടലുള്ളത് കേട്ടോ. എൻ്റെ വീടും കടലും തമ്മിൽ ഇതാ ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. ഇപ്പോൾ കടലൊന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ പെട്ടെന്ന് തന്നെ എത്താവുന്ന ദൂരമേ ഉള്ളൂ. കണ്ടോ, ഈ പച്ചപ്പും തെങ്ങുകളും ഇതൊക്കെ പോവാനുള്ളതാണ്. അതുപോലെ തന്നെ ആ പുഴ കണ്ടോ, ഈ പുഴയും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. ഇപ്പോൾ മുമ്പൊക്കെ ഞങ്ങൾക്ക് കടൽ കാണണമെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് ദൂരം നടക്കണമായിരുന്നു. ഇപ്പോൾ വീട്ടിൽ നിന്ന് നോക്കിയാൽ കടൽ നല്ല ഭംഗിയായിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് കാണുന്നത്, ആ വീടൊക്കെ അവിടെ കാണാം. അപ്പോൾ ഈ കടലും ഈ പുഴയും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് കവറാവാൻ ഇനി അധിക സമയമൊന്നും എടുക്കില്ല. കണ്ടോ, ഇത്രയും ദൂരം കയറി വന്ന കടലല്ലേ, ഇനി കുറച്ചുകൂടി കൊണ്ട് കയറി കഴിഞ്ഞാൽ അതാ ഈ പുഴയിലേക്ക് എത്തും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വന്നാൽ എൻ്റെ വീട് ഒക്കെ എത്തും. അത് കഴിഞ്ഞാൽ പിന്നെയും വീടുകൾ അങ്ങനെ അങ്ങനെ പോവും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഈ കാണുന്ന സൗന്ദര്യമൊക്കെ കുറച്ച് ആൾ കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഇത് കുറച്ച് ആളത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഈ കാണുന്ന ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ആ പുഴയും കടലും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് നോക്കി, വളരെ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അതൊന്ന് കവറായി, അത് ആ പുഴയും കടലും തമ്മിൽ ഒന്നായിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ അവിടെ കണ്ടോ, അവിടെ ആ പുലിമുട്ടൊക്കെ നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലത്ത് ഞങ്ങളുടെ ഈ ഏരിയനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കടലേറ്റം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതായത് പുലിമുട്ടുകൾ ഇടുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അർത്ഥം. കാണിച്ചു തരാം. അപ്പോൾ ഇന്നെന്തായാലും തിരിച്ചു പോവാണ്. ഇനി വൈകിട്ട് ചൂണ്ട ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാം. എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ, അല്ലെങ്കിൽ കാണിക്കില്ല. വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ, മീനൊന്നും കിട്ടാതെ വെറുതെ. നമ്മൾ പലപ്പോഴും ചൂണ്ടിടാൻ വരാറുണ്ട്. ചൂണ്ടിടാൻ വരുമ്പോഴൊക്കെ മീൻ കിട്ടണമെന്നില്ല. മീൻ കിട്ടുമ്പോൾ മാത്രമാണ് ഒരു നിങ്ങളെ കാണിക്കണം എന്ന് തോന്നുന്നത്, അങ്ങനെ കാണിക്കുക. ചിലപ്പോൾ കിട്ടുന്ന സമയത്താണെങ്കിൽ ക്യാമറ ഉണ്ടാവില്ല കയ്യിൽ. അതെപ്പോഴും പറ്റാറ്. ക്യാമറയൊക്കെ എടുത്ത് നമ്മൾ തയ്യാറായിട്ട് ഇന്നൊരു ഫിഷിംഗ് വീഡിയോ ചെയ്യാം, നിങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വരുമ്പോൾ അന്നൊന്നും കിട്ടില്ല. പക്ഷെ ക്യാമറയൊന്നും ഇല്ലാതെ വെറും കൈയോടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് നല്ലോണം മീൻ കിട്ടും. അതാണെങ്കിൽ കാണിക്കാനും പറ്റില്ല. അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും ഇന്ന് തിരിച്ചു പോവാണേ. പിന്നെ ന്യൂനമർദ്ദമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബംഗാൾ ഉൾക്കടലിൽ എന്തോ ന്യൂനമർദ്ദ രൂപം കൊള്ളും, അതുകൊണ്ട് മഴ ശക്തമാവും എന്നൊക്കെ എവിടെയോ കണ്ടു. എന്താവും എന്നറിയില്ല. ഇന്നിപ്പോൾ നല്ല മഴക്കാരൊക്കെ ഉണ്ട്. മഴ ഇല്ല, മഴ രാവിലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊന്നും ഇല്ല, മഴക്കാരൊക്കെ കാണുന്നുണ്ട്. വൈകിട്ടത്തേക്ക് എന്താവും അറിയില്ല. വൈകിട്ട് മഴയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചൂണ്ടയിട്ട് നോക്കാം. അപ്പോൾ ശരി, പോട്ടെ, ബൈ.